നമസ്കാരം. ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ക്യാൻസറും ജീവിതശൈലിയുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ക്യാൻസറും ഭക്ഷണവുമായ ബന്ധത്തെക്കുറിച്ച്, ക്യാൻസർ വരാനുള്ള കാരണത്തെക്കുറിച്ച്, ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആരോഗ്യഭാരതത്തിൽ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റൊരു വിഷയമാണ്. ഭക്ഷണം തന്നെയാണ് വിഷയമെങ്കിലും അതിൽ ഭക്ഷ്യസുരക്ഷ, ഭക്ഷണത്തിന്റെ സുരക്ഷ, ഭക്ഷണത്തിന്റെ ഉൽപാദനം, അത് ഭക്ഷണത്തിന്റെ പ്രോസസ്സിംഗ് ഒക്കെ തന്നെ എങ്ങനെയാണ് ക്യാൻസറിനെ സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. ഡോക്ടർ ചന്ദ്രമോഹൻ, RCCയിലെ അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ ചന്ദ്രമോഹനാണ് ഇക്കാര്യം സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, നമ്മളിവിടെ ഈ പരിപാടിയിൽ ഡോക്ടർ തന്നെ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. ക്യാൻസറിന്റെ കാരണങ്ങളെക്കുറിച്ച്, ജീവിതശൈലിയുമായ ബന്ധത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ എത്ര പറഞ്ഞാലും അധികമായി പോകാത്ത ഒരു വിഷയമാണ്. കാരണം അതാണ് ആ വിഷയത്തിന്റെ പ്രത്യേകത. അപ്പൊ ഭക്ഷണം എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു പോകുമ്പോൾ ഭക്ഷണവും ക്യാൻസറുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് അതിന്റെ പ്രത്യേകതകൾ ഒക്കെ നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതെ, നമുക്കറിയാം ക്യാൻസർ ഒരു ജനിതക രോഗമാണ്. എന്നാൽ ആ ജനിതകമായ ഘടകങ്ങൾക്ക് കൂടെ ചുറ്റുപാടുമുള്ള പല ഘടകങ്ങളും, ഉദാഹരണത്തിന് ഭക്ഷണം, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, മലിനീകരണം, നമ്മുടെ ജോലി, അങ്ങനെ പല ഘടകങ്ങളും ഈ ക്യാൻസറിന് കാരണമായി വഴിതെളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായ, ഏതാണ്ട് പറയുകയാണെങ്കിൽ ഒരു 30% കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണമാണ്. പ്രത്യേകിച്ചും ഇന്ന് ഈ അടുത്ത കാലത്ത് ഈ ഭക്ഷ്യസുരക്ഷ ഒരു വളരെയധികം വിവാദമായിരിക്കുകയാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സുരക്ഷയെക്കുറിച്ച് ആകുലരാണ്. പ്രധാനമായും നമ്മുടെ ഭയം ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട്, മാലിന്യം കഴിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരുമെന്നുള്ളതാണ്, ഇൻഫെക്ഷൻ വരുമെന്നുള്ളതാണ്. എന്നാൽ ഇൻഫെക്ഷനോടൊപ്പം തന്നെ ഭക്ഷണം വഴി ക്യാൻസറുകളും വരാം, അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇവിടെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി കുറെ കാലം മുമ്പ് ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു. ലോകത്തിലെ ഒരുപാട് ഭക്ഷണ ശൈലിയെക്കുറിച്ച്, ഭക്ഷണ രീതികളെക്കുറിച്ച് അവർ പഠനം നടത്തിയിരുന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം എന്നൊരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ഭക്ഷണശീലം എങ്ങനെയായിരിക്കണം, എന്തൊക്കെയായിരിക്കണം ഒരു സമ്പൂർണ്ണ ഭക്ഷണം, അല്ലെങ്കിൽ സമീകൃത ഭക്ഷണം, അല്ലെങ്കിൽ ക്യാൻസർ തടയുന്ന ഭക്ഷണം, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുക? പ്രത്യേകിച്ചും ക്യാൻസർ നമ്മളെ സംബന്ധിച്ച് വളരെ സാധാരണമായ ഒരു അസുഖമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് വിദേശ രാജ്യങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ക്യാൻസറിന്റെ സംഖ്യ അവിടുത്തെ ഒരു പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവേ ഉള്ളൂ. ചില പ്രത്യേകതരം ക്യാൻസറുകൾ, ഉദാഹരണത്തിന് ദഹനേന്ദ്രിയ ക്യാൻസറുകൾ, അതിൽ കുടലിനെ ബാധിക്കുന്ന ക്യാൻസർ, ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുള്ളതിന്റെ 10% മാത്രമേ നമുക്കുള്ളൂ. അപ്പം അവിടെ എന്തോ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ നമ്മുടെ നടക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഒരു ജീവിത ശൈലിയിലുള്ള മാറ്റം അനുസരിച്ചിട്ട് ഈ ക്യാൻസറുകളുടെ സംഖ്യ കുറച്ച് കൂടിക്കൂടി വരുന്നതുകൊണ്ട്, അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാം സ്വായത്തമാക്കിയിരുന്ന ഒരു ജീവിത ശൈലി, ഒരു ഭക്ഷണ രീതി, അത് ഒരു പരിധിവരെ ക്യാൻസറിൽ നമ്മളെ പ്രൊട്ടക്ട് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അത് ഇപ്പൊ ഒരുപാട് രോഗികളെ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആമാശയം അല്ലെങ്കിൽ വൻകൂടൽ, ചെറുകുടൽ തുടങ്ങിയ ഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. അവിടെ വരുന്ന രോഗികൾ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗികളുടെ ഭക്ഷണ ശൈലിയെ ഒന്ന് നിരീക്ഷിക്കാൻ അവസരം ഉണ്ടാകും. അത് എന്താണ് കാണുന്നത്, അവർ പൊതുവായി കാണുന്ന കാരണം എന്താണ്? അതെ, നമുക്ക് അറിയാം, ഇപ്പം ഭക്ഷണശൈലി നിരീക്ഷിക്കുന്നതിലുപരി ഉദാഹരണത്തിന് RCCയിലെ ഡോക്ടർ ദിവ്യ, ഡോക്ടർ രാംദാസ് എന്നിങ്ങനെ ഡോക്ടർമാരുടെ കീഴിൽ ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ അവരെ ഒരു ക്വസ്റ്റ്യർ രോഗികൾക്ക് കൊടുത്തിട്ട് അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർക്ക്, കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളത് ഏതാണ്ട് നിശേഷം ഇല്ലാതായിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറോ അല്ലെങ്കിൽ പൊറോട്ട, അതിന്റെ കൂടെ കുറച്ച് ചിക്കൻ, കുറച്ച് ഫിഷ് കറി, ബീഫ്, ഇതൊക്കെയാണ്. പച്ചക്കറി കഴിക്കുക എന്നുള്ളത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയി മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രവണത തന്നെയാണ് നമ്മുടെ കുട്ടികളിലും കാണുന്നത്. ഇപ്പൊ കുട്ടികളിലൊക്കെ എന്റെ വീട്ടിൽ പോയി തന്നെ മകളെ സംബന്ധിച്ച് പച്ചക്കറി കഴിക്കുക എന്നുള്ളത് അവർക്ക് ഒരു സങ്കല്പിക്കുന്ന കാര്യമല്ല. ആ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമത്തിലുള്ള ഒരു വ്യത്യാസം പറയേണ്ട. ഈ ഔട്ടിങ്ങിന് പോകുമ്പോൾ പുറത്തുനിന്ന് വലിയ വലിയ വൻകിട ഭക്ഷണശാലകളിൽ നിന്നുള്ള മോഡേൺ ഭക്ഷണം എന്നുള്ളത് പാക്കറ്റ്, അതിന് പ്രധാനമായിട്ട് ജങ്ക് ഫുഡ് എന്ന് പറയും. അപ്പൊ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പാനീയങ്ങള്, മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന പാനീയങ്ങള്, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്വായത്തമാക്കിയിരുന്ന നല്ല കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ പതുക്കെ ഇതിലോട്ട് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് RCC സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയും RCCയിൽ വരുന്ന ക്യാൻസറുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്
അതുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഈ ഐഡിയൽ ഭക്ഷണമെന്ന് പറയുമ്പോൾ എത്രമാത്രം ഭക്ഷണം അല്ലെങ്കിൽ പഴങ്ങൾ എത്ര ഉണ്ടാവണം, പച്ചക്കറി എന്തുമാണ്, എങ്ങനെയാണ്, അതിനൊരു കണക്കുണ്ടോ? അതെ. ഉദാഹരണത്തിന് ഇന്ന് പിന്നെ നമ്മുടെ വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ഏജൻസി WHO വേണ്ടിയിട്ട് ഒരു ലഘുലേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അത് പറയുന്നത് ക്യാൻസറും ഭക്ഷണക്രമവും എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസറിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ട് അവർ ആദ്യം പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത് പറയുന്നത് നമ്മുടെ ബോഡി മാസ് കുറയ്ക്കുക. ബോഡി മാസ് BMI ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അത് ഒരു 21-23 അപ്പുറത്തോട്ട് കൂടരുത്, പ്രത്യേകിച്ചും 21 വയസ്സ് കഴിയുന്നതോടെ അങ്ങനെ അത് നിയന്ത്രിക്കുക. അതോടൊപ്പം കൊഴുപ്പ് വളരെയധികം കുറയ്ക്കുക. മാംസ്യഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി റെഡ് മീറ്റ്, ഈ നമ്മുടെ ബീഫിലും മട്ടണിലും ഒക്കെയുള്ള റെഡ് മീറ്റ് ആക്ച്വലി ഒരാഴ്ചയിൽ 300 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ആഴ്ചയിൽ 3 കഷ്ണം ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആയി കഴിഞ്ഞു. അതേസമയം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏതാണ്ട് ഒരു 600 ഗ്രാമെങ്കിലും ദിവസം കഴിച്ചിരിക്കണം. അങ്ങനെ ഒരു കഴിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. നമ്മുടെ ഈ ദിവ്യയുടെ പഠനത്തിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞത് ഇതിന്റെ ഒരു 5-1 6 പോലും അവർ കഴിക്കുന്നില്ല. നമ്മൾ പച്ചക്കറി കഴിക്കുന്ന പറയുന്ന ആൾക്കാർ പോലും അത്രയും കഴിക്കുന്നില്ല. അപ്പം ഇതെല്ലാം ആണ് ക്യാൻസറിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് നിർത്തുന്നത്. ആ ഒരു ജീവിത ശൈലി അത് നമ്മുടെ എന്ന് നമുക്ക് കൈവിട്ടു പോയോ അന്ന് ക്യാൻസറുകളുടെ എണ്ണം കൂടി തുടങ്ങി. അതുപോലെ മറ്റൊരു സംശയമുള്ളത്, ഈ പച്ചക്കറികൾ കഴിക്കണമെന്ന് പറയുമ്പോൾ, ഇലക്കറികൾ കഴിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളത് പല നിറത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പച്ചക്കറികൾ കഴിക്കണം അല്ലെങ്കിൽ ഇലക്കറികൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതെ, പ്രധാനമായിട്ടും നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ധാരാളം പിന്നെ പച്ചക്കറികൾ കഴിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രധാനമായും മാക്രോ ന്യൂട്രിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതായത് ഫാറ്റും ഇതൊക്കെ കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ക്യാൻസറിൽ നിന്നും മറ്റ് പല അസുഖങ്ങളിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്ന ചില മൈക്രോ ന്യൂട്രിയൻസ് അത് ഈ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ടൊമാറ്റോയിലുള്ള ഒരു ഇതാണ് ലൈക്കോപ്പിൻ. ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ക്യാൻസർ വിറ്റാമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ്. അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ് ഉണ്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ തന്നെ ക്യാൻസർ എസ്പെഷ്യലി കൂടുതൽ ചുവന്നിരിക്കുന്ന ഇതിൽ അത് കൂടുതലായിരിക്കും. അതാണ് തക്കാളിയിൽ ഏറ്റവും ഉള്ളത്. അതൊക്കെ നമുക്ക് ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. നമുക്കൊരു കോഡ് വെയിറ്റ് ചെയ്തിട്ട് വരാം. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കണമെന്ന് പറയാമോ? KPR നായർ, പ്രൊഫസർ KPR നായർ. എവിടെ നിന്നാ വിളിക്കുന്നത്? തിരുവല്ല. ഡോക്ടറോട് സംസാരിക്കൂ. ഹലോ. പറയൂ പ്രൊഫസർ നായർ. ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ 2008 ജൂലൈയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതെ. പിന്നെ മെഡിക്കൽ കോളേജില്. അതെ. അത് കഴിഞ്ഞൊരു ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കോളൻ ക്യാൻസറിനാണ്. അതെ. ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. RCCയില് പിന്നെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഡോക്ടർ പിന്നെ മറ്റേ ഇപ്പം കിംസിൽ പോയ ജയപ്രകാശും പിന്നെ ഡോക്ടർ രാമചന്ദ്രനും. രാമചന്ദ്രൻ ഈസ് മൈ റിലേറ്റീവ്. അവരെ ഒന്ന് പിന്നെ സ്ക്രീൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ 8 കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം എടുത്തു. ചോദിക്കുന്നത് ആഹാരത്തിന്റെയും കൂടെ ബന്ധപ്പെടുത്തിയാണ്. അതൊക്കെ എടുത്തു. ഇപ്പം 4.5 കൊല്ലമായി. ഇനി ഒരു ലാസ്റ്റ് ചെക്കപ്പ് ഓഗസ്റ്റിലുണ്ട്. 2008 ആയാലും ഒരു 5 2008 ഓഗസ്റ്റിലാണ്. അത് കഴിഞ്ഞ് ഈ കീമോതെറാപ്പി തുടങ്ങിയത്. 8 എല്ലാം കീമോതെറാപ്പി കഴിഞ്ഞിട്ട് 4.5 കൊല്ലമായി. 4.5 കൊല്ലം. ഇനിയിപ്പോ ഒരു ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ ആനുവൽ ആണെന്നാണ് രാമചന്ദ്രൻ പറഞ്ഞത്. ജയപ്രകാശ് കിംസിലാണ്. അപ്പൊ ഞാനപ്പോ ഇനിയിപ്പോ ആഹാരത്തിന് നമുക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് ഈ മോഷൻ ഉണ്ടല്ലോ. ഈ ആഹാരം വളരെ ക്വാണ്ടിറ്റി കൂടിയാലേ ഈ മോഷൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പം അത് ഈ ഫൈബറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ലാക്സേറ്റീവ് എന്തെങ്കിലും കഴിക്കേണ്ടി വരുന്നു. 2 പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് പിന്നെ ഈ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം ഈ വരുത്തേണ്ടതുണ്ടോ? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് പ്രൊഫസർ ഇപ്പോഴെന്താണ് ഭക്ഷണം കഴിക്കുന്നതോടെ എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോ വെജിറ്റേറിയൻ ആണ് കൂടുതൽ കഴിക്കുന്നത്. നോൺ വെജിറ്റേറിയൻ വളരെ കുറവാണ്. മത്സ്യമൊക്കെ വളരെ അപൂർവമാണ്. വെജിറ്റേറിയനില് ഇപ്പം ഞാനിപ്പം വൈകുന്നേരത്ത് പിന്നെ ഈ വീറ്റിന്റെ ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾസും കഴിക്കും. ഉച്ചയ്ക്ക് സാധാരണഗതിയിലുള്ള കുറച്ച് റൈസ് കഴിക്കും. രാവിലെ ദോശ. അങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ നമ്മുടെ സാധാരണ ഭക്ഷണക്രമമാണ് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിന് പകരം നമ്മൾ ഈ ദോശ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കുറച്ചതിന് ശേഷം ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാം. അതുകൊണ്ട് വളരെ ഗുണം കിട്ടും. നമ്മുടെ ഒരു റിവേഴ്സ് റേഷ്യോയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന എത്രത്തോളം പച്ചക്കറി, ഒരു 70% പച്ചക്കറികളും ഒരു 30% കാർബോഹൈഡ്രേറ്റിന് ആവശ്യമുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരിക. അതുവഴി നമുക്കൊരു ഗുണം. താങ്ക് യു വെരി മച്ച്.
ഡോക്ടർ മറ്റൊരു കാര്യം, ഇപ്പം ഈ പ്രൊഫസറോട് ചോദിച്ചൊരു അനുബന്ധമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ സർജറി കഴിഞ്ഞു പോകുന്ന ചില പേഷ്യൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കൊളോസ്റ്റമി കഴിച്ചൊരു ഭാഗമായിട്ടൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോഴവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്, പലരും ദഹനത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ചിലർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവർക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഭക്ഷണം അല്ല, അവർക്ക് ഇത്തരം എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ഈ മലശോധന ഉണ്ടാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫീക്കൽ മാറ്റർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണക്രമം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? പ്രത്യേകിച്ചും പ്രൊഫസർ നായർ വളരെ ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാൻസർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഭക്ഷണക്രമം. നമ്മൾ പ്രധാനമായും ക്യാൻസർ വരാതിരിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ക്യാൻസർ കഴിഞ്ഞിട്ട് പോകുന്ന ധാരാളം രോഗികളുണ്ട്. എസ്പെഷ്യലി പലർക്കും ചിലപ്പം റെക്ടൽ ക്യാൻസർ കഴിഞ്ഞതിന് ശേഷം ബാഗ് വയ്ക്കേണ്ടതായിട്ട് വരാം, സ്റ്റോമ വയ്ക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഞങ്ങളുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്, ഭക്ഷണം ഇപ്പം ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള സ്മെല്ല് വരാറുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ പറയാനുള്ളത് ഈ പറഞ്ഞ കണക്ക് ചില ഭക്ഷണ പദാർത്ഥം, പ്രധാനമായിട്ടും മാംസ്യ പദാർത്ഥം കഴിക്കുന്ന വഴി ഫൗൾ സ്മെല്ല് കൂടും. അതുപോലെ തന്നെ പിന്നെ ഈ ചില ഉള്ളി അങ്ങനെയുള്ള ചില ക്യാബേജ് എന്നുള്ള ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് സ്മെല്ല് വരാം. അത് ആ ഒരു ചേഞ്ച്, എന്ത് ഭക്ഷണം കഴിച്ചാലാണ് ഇത് വരാതിരിക്കുന്നത് നോക്കുക. അതുപോലെ തന്നെ ധാരാളം നാരുകളുടെ ഭക്ഷണവും അധികം പിന്നെ ഈ നേരെ സിമ്പിളായിട്ടുള്ള അധികം വേദിക്കാത്ത കറികളുമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. ആരാ വിളിക്കുന്നത് പറഞ്ഞോളൂ. ഞാൻ കോഴിക്കോട് നിന്ന് ഷാജി കൃഷ്ണനാണ്. ഷാജി, ഡോക്ടറോട് സംസാരിക്കൂ ഷാജി. ഓക്കെ സർ. പറയൂ ഷാജി കൃഷ്ണൻ. സാർ, എന്റെ സംശയം നല്ല അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്ത വിഷയം നമ്മുടെ ഭക്ഷണ രീതിയെ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചാണല്ലോ. അതെ. അപ്പൊ അത് വളരെ നന്നായി, അഭിനന്ദനങ്ങൾ. അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞാല് ഈ ക്യാൻസർ ജനറ്റിക് രോഗമാണെന്ന് അങ്ങ് പറയുണ്ടായി. അതെ. അപ്പൊ ജനറ്റിക് രോഗം എന്ന് പറയുമ്പോൾ ജന്മനാലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട്. അതെ. അപ്പൊ അത് ഭക്ഷണം, ഒരു വ്യക്തി കുറെ കാലം ഈ മാംസം നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായി എന്ന് വരുമ്പോ അത് ജനറ്റിക് രോഗമാവാൻ സാധ്യതയുണ്ടോ സാർ? അതെ. അപ്പൊ അഥവാ ജനറ്റിക് രോഗം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഷാജി കൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ സാർ. അതായത് ഈ ക്യാൻസർ, നമുക്കറിയാം ക്യാൻസർ ഒരു ജനിതക അസുഖമാണ്, ജനറ്റിക് ജീൻസിലാണ് കുഴപ്പം വരുന്നത്. എന്നിരുന്നാൽ തന്നെയും പലപ്പോഴും ഒരു കുഴപ്പം കൊണ്ട് മാത്രം ക്യാൻസർ ഉണ്ടാകുന്നില്ല. അപ്പം ഒരു ജീനിലുണ്ടാകുന്ന ഒരു ചെറിയ അബ്നോർമാലിറ്റിക്ക് പുറമേ അതൊരു പക്ഷേ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതചര്യകൾ കൊണ്ട് തന്നെ ഈ ജനറ്റിക് ചേഞ്ചസ് വരാം. അപ്പൊ ആ ചേഞ്ചിനോടൊപ്പം നമ്മുടെ ഭക്ഷണക്രമവും അതുപോലെ തന്നെ വേറെ ചില ഇൻസെർട്ടുകളും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു മൾട്ടി സ്റ്റെപ്പ് കാർസിനോജെനിസിസ് എന്ന് പറയും, പല ഘട്ടങ്ങളായുള്ള ക്യാൻസറിലേക്കുള്ള ഒരു നീക്കം. ആ രീതിയിലാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഓക്കെ സാർ. താങ്ക് യു ഷാജി കൃഷ്ണൻ. ഓക്കെ, ചോദ്യം വളരെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. പലർക്കും ഉള്ള സംശയമായിരിക്കും, എന്തുകൊണ്ട് ഭക്ഷണശൈലി കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നെങ്കിൽ അത് ജനിതക രോഗമാണോ എന്നൊരു ചോദ്യത്തിന്റെ അതിന്റെ പലപ്പോഴും സയൻസ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ. ഈ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഭക്ഷണക്രമത്തിൽ, പ്രത്യേക കേരളീയ ഭക്ഷണത്തിൽ ധാരാളം, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മസാലകൾ ഉണ്ടായിരുന്നു. മസാലകൾ നമ്മൾ പറയുമ്പോൾ മഞ്ഞളുണ്ട്, അല്ലെങ്കിൽ ജീരകം, ഉലുവ, ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ. ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. ശരിക്കും പ്രൊട്ടക്റ്റീവ് ആണോ? ഈ മഞ്ഞൾ എന്ന് പറയുന്ന ആ വസ്തുവിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പ്രത്യേകിച്ചും മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇപ്പോഴും RCCയിൽ ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. മഞ്ഞളിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ്, അതായത് കുർക്കുമിൻ എന്ന് പറയും. ഈ കുർക്കുമിന്റെ ക്യാൻസർ ഹീലിംഗ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ക്യാൻസർ വരാതിരിക്കുന്നതിനും അതുപോലെ ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സിക്കുമ്പോൾ കുർക്കുമിൻ, ഇപ്പം RCCയിൽ നേരത്തെ പറഞ്ഞു നടത്തിയ ചില പഠനങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്, ഈ വായിൽ വരുന്ന ക്യാൻസർ വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ലൂക്കോപ്ലേക്ക എന്ന് പറയും, അവർക്ക് ഈ കുർക്കുമിൻ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഈ വായിലുള്ള വ്യതിയാനങ്ങൾ നിശേഷമായിട്ട് വ്യത്യാസമായി കാണുന്നു. അപ്പം ആ രീതിയിൽ ഈ നമ്മുടെ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമാണ് കുർക്കുമിൻ. അതോടൊപ്പം നമ്മുടെ ഇപ്പൊ ഈ ഇഞ്ചി എടുത്താലും ശരി, ഉള്ളി എടുത്താലും ശരി, ഉള്ളിയിൽ ചില അലോയിസ് എന്ന സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ പെപ്പർ എടുത്താൽ പെപ്പർ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. നമ്മുടെ വേറെ ചില സ്പൈസ് എടുത്താൽ ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഇങ്ങനെ ഈ വളരെയധികം സമ്പുഷ്ടമായ ക്യാൻസർ മാത്രമല്ല പല അസുഖങ്ങളും നിയന്ത്രിക്കാൻ സമീകൃതമായ ആഹാരമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ വിദേശ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും 10-1 ക്യാൻസറുകൾ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അതെ. ഈ ഗ്രീൻ ടീ അടുത്ത കാലത്ത് വളരെയധികം പ്രചാരം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് ക്യാൻസർ തടയാനുള്ള കഴിവുണ്ടോ അതിന്? പല കാര്യങ്ങളും ചിലപ്പം മിത്തുകളായിരിക്കും, ചില കാര്യങ്ങൾ ഇങ്ങനെ അല്ലായിരിക്കാം. അക്കൂട്ടത്തിൽ ഈ ഗ്രീൻ ടീയെ കുറിച്ച് വളരെ നമ്മൾ കേട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ മാസം അമേരിക്കയിൽ നടന്ന ക്യാൻസർ വിദഗ്ധരുടെ ഒരു മാമാങ്കം എന്ന് പറയാവുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആസ്കോ മീറ്റിംഗ്. അപ്പൊ ആസ്കോ മീറ്റിംഗില്
വന്ന ഒരു പ്രധാന പ്രബന്ധം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നുള്ള സാധ്യത നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രോസ്റ്റേറ്റിക് എപ്പിത്തീലിയം നോക്കിയപ്പോഴത്തേക്കും അതിൽ ക്യാൻസർ ചേഞ്ചസ് നിശേഷം അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ ക്യാൻസർ ബാധിച്ച ആൾക്കാർ തന്നെ PSA എന്ന് പറയുന്ന ഒരു എൻസൈം അതിന്റെ എമൗണ്ട് ബ്ലഡിൽ വളരെയധികം ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ആന്റി ക്യാൻസർ എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഗ്രീൻ ടീ. പക്ഷേ ഗ്രീൻ ടീയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 6 കപ്പ് ഗ്രീൻ ടീ എങ്കിലും ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ശരിക്കും കിട്ടുകയുള്ളൂ. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നത് പറയാമോ? കൊല്ലത്ത് നിന്ന് ജീനയാണ് സംസാരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ജീന. ജീന ഡോക്ടറോട് സംസാരിക്കൂ. ഓക്കെ, പറയൂ ജീന. സാർ, എന്റെ മദർ 5 വർഷം മുന്നേ കോളോറക്ടൽ ക്യാൻസറിന് സർജറി കഴിഞ്ഞതാ. ഇപ്പോ മമ്മിക്ക് ഫുഡ് കഴിക്കുമ്പം ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോന്നാണ്. ഗ്യാസ് ട്രബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. അത് ആ സംഭവത്തിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അതിന് ഗ്യാസ് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് മാറ്റുക. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് കൂടുതൽ നാരുകളുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ അപ്പൊ ഏത് ഭക്ഷണം ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് അറിയാൻ കഴിയും. നമ്മളിപ്പം മാംസം ഒരുപാട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് അധികമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണലി അറിയാം ഈ പിന്നെ നമ്മളെ പരിപ്പ്, സാമ്പാർ, പരിപ്പൊക്കെ കഴിക്കുകയാണെങ്കിൽ, കൂടുതൽ കടലയൊക്കെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് പകരം ചെറുപരിപ്പാക്കുകയാണെങ്കിൽ ഇത് മാറും. അപ്പൊ നമ്മുടെ ഒരു ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് എന്ത് ഭക്ഷണമാണ് നമ്മുടെ ഈ ഒരു പുതിയ പരിസ്ഥിതിയിൽ അഭികാമ്യം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്റെ മദർ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ഫുഡിന് എപ്പോഴും ചിലപ്പോ പ്രശ്നം വരും. അപ്പൊ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? അതെ, പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തില് ഒരു ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ ടാബ്ലറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ജീവിതകാലം മുഴുവൻ ഈ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും വളരെ നല്ലത് നമുക്ക് തന്നെയുള്ള ചില റെഗുലേഷൻസ് വഴി, നമ്മുടെ ഡയറ്റിലുള്ള ചെറിയ ചേഞ്ചസ് വഴി നമുക്ക് ഇത് മാറ്റാൻ കഴിയും. താങ്ക് യു ജീന. ഈ മറ്റൊരു കാര്യമുള്ളത്, ഈ പലതരം പരസ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉള്ളവർക്ക് പോലും ക്യാൻസർ കുറയും, വരാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഉദാഹരണത്തിന് ഈ മുള്ളാത്ത എന്ന് പറയുന്ന വളരെ പ്രചാരം സൃഷ്ടിച്ചുകൊണ്ട് നെറ്റിലൊക്കെ നോക്കിയാൽ, ഫേസ്ബുക്കിലൊക്കെ അതിനെ സംബന്ധിച്ച് ധാരാളം പരസ്യം തന്നെ കാണാം. എന്താണ് ഇതിന്റെ വസ്തുത? അതില് പലതിനും വസ്തുതകളില്ല. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് സംസാരിക്കാം. നമസ്കാരം, ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ഹലോ, വിളിക്കുന്ന ആരാന്ന് പറയാമോ? ഡോക്ടർ, പേര് പറയൂ. വിളിക്കുന്ന ആളുടെ പേര് പറയൂ. എന്റെ ഡോക്ടർ പേര് പറയൂ. പേരെന്ന് പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നേ? ചെന്നൈ. ഡോക്ടറോട് സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, പറയൂ ദിവ്യ. എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മള് നോൺ വെജ് മാക്സിമം കുറയ്ക്കണം, വെജിറ്റബിൾസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതെ. അപ്പൊ പക്ഷെ പലപ്പോഴും വെജിറ്റേറിയൻസിനും ഈ ഒരു പലതരം ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, പ്രധാനമായിട്ടും ഇപ്പം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസർ മാറ്റി നിർത്താൻ വരുന്നില്ല. അപ്പം നമുക്ക് പ്രധാനമായും മൾട്ടി സ്റ്റെപ്പ് കാർസിനോജെനിസിസ് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലെ ക്യാൻസറിലേക്കുള്ള പോക്ക് ഒന്ന് തടയാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് കഴിയുള്ളൂ. അതേസമയം നമുക്ക് ക്യാൻസർ ബാധിച്ച ധാരാളം വെജിറ്റേറിയൻസിനെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഹലോ, അപ്പൊ വെജിറ്റേറിയൻസിന് പോലും ക്യാൻസർ വരാറുണ്ട്. അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്യാൻസറിലേക്ക് നീങ്ങുന്ന മറ്റു ചില ഘടകങ്ങൾ അവർ ശക്തമാണ്. അതോടൊപ്പം ഇപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ധാരാളം പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം, അങ്ങനെ അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതിരിക്കുന്നതിനേക്കാളും വളരെ മോശമാണ് വളരെയധികം മാലിന്യങ്ങൾ കലർന്ന ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യാത്തയും അല്ലെങ്കിൽ ശുചിത്വമില്ലാത്തയും ഭക്ഷണം കഴിക്കുക. അത് കാരണം ക്യാൻസർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ക്യാൻസറിലേക്ക് നടക്കുന്നത്. ഇപ്പം വെജിറ്റേറിയൻ ഫുഡ് പോലും നമ്മൾ പ്രോസസ് ചെയ്യാതിരിക്കുന്ന വഴി, അതിലൊരു പക്ഷേ സൂക്ഷിക്കാതിരിക്കുന്ന വഴി അതിൽ ഫംഗസ് വളരാനും അതിനുശേഷം അത് ക്യാൻസറിലേക്ക് നയിക്കുന്ന അഫ്ലാടോക്സിൻ പോലുള്ള മെറ്റീരിയൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ശുചിത്വത്തിനും അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷയ്ക്കും നമ്മൾ പ്രധാനമായിട്ടും ഒരു ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.
നമ്മൾ ആ ഭക്ഷ്യസുരക്ഷയുടെ മറ്റ് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് കോൾ വന്നത്. നമ്മുടെ ഈ മുള്ളാത്ത പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ക്യാൻസർ തടയുന്നു, ക്യാൻസർ വന്നവർക്ക് അത് കഴിച്ചാൽ ക്യാൻസർ മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരസ്യം നടക്കുന്നുണ്ട്. അതുപോലെ ചില ഈ കൂണിൽ നിന്നെടുക്കുന്ന ചില വസ്തുക്കൾ ക്യാൻസർ മാറ്റുന്നതാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ തന്നെ വസ്തുത എനിക്കറിഞ്ഞുകൂടാ, എന്താണ് അതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഈ നേരത്തെ പറഞ്ഞ വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഈ ഇപ്പോൾ ഒരു ക്യാൻസറിൽ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് ക്യാൻസർ കുറയുന്നു എന്നത് കൊണ്ട് ആ ഇൻഗ്രീഡിയന്റ് മാത്രമായിട്ട് സപ്ലിമെന്റ് ചെയ്ത് കഴിക്കരുത്. അത് ഏത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും ആ ഭക്ഷണം കഴിക്കുക. ആ രീതിയിൽ വേണം ഒരു സമഗ്രതയാണ് ആവശ്യം. അതെ അതെ അതെ. അപ്പൊ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് മാത്രം കുർക്കുമിൻ ടാബ്ലറ്റ് ഇട്ട് കഴിച്ചിട്ട് ക്യാൻസർ മാറാൻ പറ്റത്തില്ല. കാരണം ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന വേറെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പൊതുവായ ഒരു ഭക്ഷണക്രമം മാറ്റുക, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ഈ ഒരു ഇതിന് ക്വിക്ക് സൊല്യൂഷന് പോകുന്നതിന് പകരം. അതാണൊരു നമുക്കൊരു കൂടെ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആ കോള് കട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതിന് നമ്മുടെ ഏറ്റവും പ്രമേയം തന്നെ നമ്മുടെ ഇന്നത്തെ. അവിടെ ഈ പല ഭക്ഷണങ്ങളെയും പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഭക്ഷണ ഉൽപാദന രംഗത്തായാലും ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയായാലും മറ്റു തരത്തിലുള്ള പ്രോസസ്സിലൂടെ ഒക്കെ തന്നെ പലതരം മാലിന്യങ്ങൾ വരുന്നു, പലതരം രാസവസ്തുക്കൾ വരുന്നു, അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ പ്രോസസ്സിലൂടെ ദോഷകരമായ ഒരു വസ്തു ക്യാൻസർ വന്നതായിട്ട് തെളിവുണ്ടോ? അതിന് എക്സാമ്പിൾ പറയാം. പ്രത്യേകിച്ചും ചെന്നൈയിൽ നിന്നും ദിവ്യ ചോദിച്ച ചോദ്യം വളരെ റെലവന്റ് ആണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ട്, എന്താണ് റീസൺ? അപ്പം ഈ ഭക്ഷണം എന്ന് പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ കണക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് മാത്രമല്ല, ഭക്ഷണം ഒരുപക്ഷെ ഏത് ഭക്ഷണമായാലും അത് ഒരിക്കൽ ചിലപ്പോൾ പൊടിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഭക്ഷണത്തിൽ പൊടിക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന ആക്ടിവിറ്റി, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ചോറിൽ ഈ തവിട് കളഞ്ഞെടുക്കുക, അത് തന്നെ ആ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യം കളയുകയാണ്. ശരിയാണ്. പ്രോസസിംഗ് ആൾസോ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ വെജിറ്റേറിയൻ ആണ്, ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്, പക്ഷെ തവിടില്ല, ഫൈബറില്ലാതെ കഴിക്കുന്നുണ്ട് കാര്യം. അപ്പൊ ആ പ്രോസസിംഗ് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ പഠനം IARC എന്ന് പറയുന്ന ഒരു ഏജൻസി, ഫ്രാൻസിലുള്ള ഏജൻസി നടത്തുകയുണ്ടായി. അപ്പൊ അവർ ചെയ്തെന്താ വെച്ചാൽ ആഫ്രിക്കയിൽ പോയിട്ട് ഒരു വില്ലേജ്, ഗിനിയ എന്ന് പറയുന്ന വില്ലേജ് പോയിട്ട് അവിടെ ഒരു റാൻഡമൈസ് ട്രയൽ നടത്തി. അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവിടെ അവർക്ക് ഹെപ്പാറ്റിക് ക്യാൻസർ കൂടുതലാണ്, ലിവറിൽ വരുന്ന ക്യാൻസർ കൂടുതലാണ്. അതിന്റെ കാരണമായിട്ട് ഇവർ ചിന്തിച്ചത് അഫ്ലാടോക്സിൻ, അതായത് ഫംഗസിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പൊ അവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ചോളം ധാരാളം കഴിക്കുന്ന ആൾക്കാരാണ്. അവർ ചോളം സൂക്ഷിച്ചു വെച്ചിട്ട് ക്ഷാമകാലത്ത് ധാരാളം കഴിക്കും. അപ്പൊ അതിനകത്ത് ധാരാളം ഫംഗസ് വളരും. അപ്പൊ WHO ആൾക്കാർ പോയിട്ട് പഠിപ്പിച്ചു, നിങ്ങൾ ഈ ചോളം ഇങ്ങനെ കഴിക്കുന്നതിന് പകരം വളരെ അവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മാറ്റുകളിൽ അത് ഉണക്കുക, നല്ലോണം ഡ്രൈ ചെയ്യുക, വെയിലത്തിട്ട് നല്ലോണം ഉണക്കുക, അതിൽ ചീത്ത എടുത്ത് കളയുക, അതിനുശേഷം ഇത് വളരെ നല്ല കണ്ടെയ്നേഴ്സിൽ ഇട്ട് വയ്ക്കുക. അതോടൊപ്പം തറ മുഴുവൻ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് ഒഴിച്ചിട്ട് തറയിൽ വേറെ ഇൻസെക്ട് വരാതിരിക്കാനായിട്ട് ഈ ഭക്ഷണമായിട്ട് സമ്പർക്കം വരാൻ പാടില്ല, തറയൊക്കെ ക്ലീൻ ചെയ്യുക. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പിൽ അവർ അഫ്ലാടോക്സിൻ അഡെക്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ബ്ലഡ് പരിശോധിച്ച് നോക്കി. അതിന്റെ എമൗണ്ട് വളരെ കുറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഇവരുടെ ഒരു സ്റ്റഡി കുറച്ച് കഴിഞ്ഞ് നടത്തുകയാണെങ്കിൽ ലിവർ ക്യാൻസറും കുറവായിരിക്കും. അപ്പൊ പ്രോസസ്സിംഗും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഒരു ശുചിത്വവും അതുപോലെ അതിലുള്ള ആ ഒരു പ്രോസസ്സ് വളരെ പ്രധാനമാണ്. ഈ പ്രോസസ്സിലൂടെ ഭക്ഷണത്തിന്റെ ചില ഇപ്പൊ തന്നെ ടോക്സിസിറ്റിയുടെ കാര്യം പറഞ്ഞു, അതിന് ഗുണം വർദ്ധിക്കുന്ന, അപ്പം ഏതെങ്കിലും പ്രത്യേക വസ്തുക്കൾ ചിലപ്പോൾ പച്ചക്കറി തന്നെ പറയാറുണ്ട്, അത് ചൂടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ പഴങ്ങൾ ഒരുപാട് വേവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പ്രോസസ്സിലൂടെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടാണോ? നമ്മുടെ ഫീഡിംഗ് പ്രോസസ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു പൊതുവെയുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് ഈ പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കുക, അതുപോലെ തന്നെ പച്ചക്കറികൾ വേവിക്കാതിരിക്കുക, പിന്നെ സെമി കുറച്ച് വേവിച്ച് കഴിക്കുക എന്നിവ കൊണ്ട് ക്യാൻസർ കുറയും. അങ്ങനെ കഴിക്കണം എന്നുള്ളത് ഭാഗ്യമായിട്ട് ശരിയാണ്, പക്ഷെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ശരിയല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നമ്മളെ ടൊമാറ്റോയിൽ ലൈക്കോപ്പിൻ ധാരാളം കിട്ടും, പക്ഷേ ടൊമാറ്റോ ഒന്ന് കുറച്ച് ചൂടാക്കുകയാണെങ്കിലാണ് ലൈക്കോപ്പിൻ കൂടുതൽ കിട്ടുക. എസ്പെഷ്യലി വിറ്റാമിൻ എയുമായിട്ട് ബന്ധമുള്ള ഒരു ഇതാണ് അത്. ഓയിൽ സോളിബിൾ ആണ്. അപ്പം കുറച്ച് എണ്ണ ഇട്ടിട്ടൊന്ന് ചൂടാക്കുക. അപ്പൊ ടൊമാറ്റോയിൽ നിന്ന് പച്ച ടൊമാറ്റോയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ലൈക്കോപ്പിൻ കിട്ടും ടൊമാറ്റോ സോസ് കുടിക്കുകയാണെങ്കിൽ. ശരി. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ അതിന് കിട്ടത്തില്ല. ഒന്ന് മുറിച്ചു കഴിഞ്ഞാലാണ് അതിന് മാക്സിമം ആന്റി ക്യാൻസർ എഫക്ട് കിട്ടും. മുറിച്ചാല്. അതെ. അപ്പൊ അത് പുതിയ അറിവാണ്. കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ വെളുത്തുള്ളി മുറിച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ശരി. ആ രീതിയിൽ ഒരുപാട് സജഷൻസ് ഉണ്ട്. അപ്പൊ പൊതുവെ നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇപ്പൊ നമ്മുടെ സമയപരിമിതി നമുക്കുണ്ട്. പൊതുവെ പറഞ്ഞ് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭീതിതമായ രോഗമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് എല്ലാവരുടെയും. സമൂഹം മനസാക്ഷിയെ തന്നെ പേടിപ്പിക്കുന്ന രോഗമെന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ തന്നെ ജീവിതശൈലി ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട്, നമ്മുടെ തന്നെ ഭക്ഷണ രീതി മാറ്റിമറിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? എങ്ങനെയായിരിക്കണം? വളരെ സിമ്പിളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് വെജിറ്റേറിയൻ ആവുക, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഒരു 600 ഗ്രാം
പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ദിവസം കഴിക്കുക. അതോടൊപ്പം നമ്മൾ ഇനിയും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ വീട്ടിൽ തന്നെ പറ്റും കൃഷി ചെയ്യുക. അതിനേക്കാളും നല്ല കാര്യം വേറെയില്ല. പെസ്റ്റിസൈഡ് ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. പച്ചക്കറി എല്ലാ മാലിന്യങ്ങളും നമുക്ക് രക്ഷ കിട്ടും. അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് എന്തായാലും ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഉൽപ്പാദനം, അതിന്റെ വിവിധ പ്രക്രിയകളൊക്കെ തന്നെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ രോഗത്തെ നമുക്ക് പരിപൂർണമായിട്ടും നിയന്ത്രിക്കാൻ സാധിക്കൂ എന്നതാണ് ഡോക്ടർ പറയുന്നത്. ആരോഗ്യഭാരതത്തിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.